ഫോറസ്റ്റുകളുടെ ഒരു ട്രേഡിംഗ് സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഡേ ട്രേഡിന് മുമ്പ് ട്രേഡ് സെറ്റപ്പാണ് മെയിനായിട്ട് നോക്കുന്നത്. അതേപോലെ തന്നെ ഇന്നലെ ട്രംപ് അധികാരത്തിൽ വന്നു. അപ്പോൾ ട്രംപ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ പുതിയ രീതിയിലേക്ക് അമേരിക്കയെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഈ ദിവസങ്ങളിൽ കുറേ കാര്യങ്ങളിലൊക്കെ സൈൻ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ടാവും. അത് മാർക്കറ്റിനെ നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ഗോൾഡ് ട്രേഡ് ചെയ്താൽ നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ട്രേഡുകൾ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ന്യൂസുകൾ എവിടെയാണോ ഉള്ളതെന്നത്. ഈ ഒരു സമയത്ത് GBPയിൽ കുറച്ച് ന്യൂസുകളുണ്ട്. നമ്മൾ GBP പെയർ ചെയ്യാറില്ല. അത്രയും നമുക്ക് അത്രയും വലിയ ന്യൂസ് ആണെങ്കിൽ മാത്രമേ ചെറിയതായിട്ടെങ്കിലും ഗോൾഡിനെ എഫക്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ ക്യാഡിൻ്റെ ഒക്കെ ചില സമയങ്ങളിൽ ഗോൾഡിൽ ചെറിയ എഫക്റ്റ് ഉണ്ടാവാറുണ്ട്. അതേപോലെ നമുക്ക് ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ USDയിൽ വലിയ ന്യൂസുകളൊന്നും വരാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ന്യൂസ് ബേസ് ചെയ്ത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നോക്കാനൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ട്രംപിൻ്റെ അധികാരമേറ്റതിന് ശേഷമുള്ള ഇന്നിപ്പോൾ ഏതെങ്കിലും പ്രസ് മീറ്റോ അങ്ങനെയുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ കുറച്ച് നേരത്തെ നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ അതിൽ വരുന്നതും നമുക്ക് ട്രേഡിനെ നമുക്ക് ബാധിക്കുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തുള്ള ട്രേഡ് സെറ്റപ്പ് നമ്മൾ പഠിച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തു പോകാം. അവിടെ നമുക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്ക് നിഫ്റ്റിയുടെ ഇതുപോലെ നമുക്ക് അത്രയും ഇതല്ല, നമുക്ക് ഒരു 50% നമുക്ക് ട്രെൻഡിൻ്റെ ഏതൊരു ഏരിയയിലാണ് റെസിസ്റ്റൻസ് ഉള്ളത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. അതേപോലെ 2750 ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്നത്. അവിടെ നമുക്ക് 2750 മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതേപോലെ 2755 നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ നമുക്ക് 2750 എവിടെയാണെന്ന് നോക്കാം. ഈ ഒരു റേഞ്ചാണ് 2750 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒരു ഈ ഒരു ഏരിയ, ചെറിയൊരു ഏരിയ SL വെച്ചാൽ മതിയാവും. അതേപോലെ നമുക്ക് ഈ ഒരു ഇംബാലൻസ് ഒരു 70 പിപ്പിൻ്റെ ഇംബാലൻസ് ടാർഗറ്റും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ഈ ഒരു ട്രേഡ് പ്ലാനിൻ്റെ കാര്യം നമുക്ക് ഞാൻ നേരത്തെ നോട്ട് ചെയ്തായിരുന്നു. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങൾ വന്നേക്കുന്ന ട്രേഡിൻ്റെ ഒരു ഏരിയയാണ്, കുറച്ച് ദിവസമായിട്ടുള്ള ഒരു ഏരിയയാണ്. അതേപോലെ തന്നെ നമ്മൾ അതെടുക്കാൻ റീസൺ നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് കൂടി നോക്കി. ഈ കാണുന്ന വലിയ ഏരിയ ലോയിൽ കഴിഞ്ഞ സെഷൻസിൻ്റെ ഏറ്റവും കൂടുതൽ ട്രേഡ് നടന്ന വലിയ സെഷൻ്റെ ഒരു വലിയ ഏരിയ ലോയിലാണ് വന്ന് നിന്നേക്കുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഒരു സെൽ ഇത് വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഈ ഒരു ഇൻ കേസ് വരികയാണെങ്കിൽ 2740 റേഞ്ചൊക്കെ വരാനുള്ള സാധ്യതയാണുള്ളത്. അതേപോലെ ഈ ഒരു വലിയ ഏരിയ ലോയൊക്കെ വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. എന്തായാലും മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണോയെന്ന് ചോദിച്ചാൽ ഒരു ട്രെൻഡ് ബ്രേക്കിങ്ങിന് വേണ്ടി നിൽക്കുന്ന ഒരു ഫീലാണ് നിലവിലുള്ളത്. കൂടുതൽ അപ് ട്രെൻഡിലേക്ക് പോകാനുള്ള റീസൺസും കാര്യങ്ങളും നമുക്കിവിടെ ബുക്ക് മാപ്പ് നോക്കിയാൽ തന്നെ നമുക്ക് ലിക്വിഡിറ്റി പറയുന്നത് 2750 അത്യാവശ്യം ഒരു ലിക്വിഡിറ്റി ഉള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പോലെ തന്നെ 2800 ഒരു 123 ലോട്ടുണ്ട്. അതേപോലെ തന്നെ ലോവർ ലെവലിലും 2680 അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ഉണ്ട്. ഈ രണ്ട് റേഞ്ചും ഇതുവരെയായിട്ടും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക. അതേപോലെ തന്നെ നമുക്ക് 2750 എന്ന് പറയുന്ന പ്രൈസ് റേഞ്ച്, ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി, ഫ്യൂച്ചറിൻ്റെ പ്രൈസിൽ അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി അവിടെ ഫോം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ 2735 നമ്മൾ നേരത്തെ ഷോർട്ട് ചെയ്തതിന് 2735 വേണമെങ്കിൽ ടാർജറ്റൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാം. കാരണം അവിടെ നല്ല അത്യാവശ്യം നല്ല ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കയറ്റി വരണം. ടാർജറ്റ് കറക്റ്റ് അവിടേക്ക് വന്ന് മാർക്കറ്റ് നിൽക്കില്ല. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു ഷോർട്ട് പൊസിഷൻ എടുത്തു. ഷോർട്ട് പൊസിഷൻ്റെ റീസൺ ഒന്ന്, നമുക്ക് കുറച്ച് ദിവസങ്ങൾ വന്ന സെഷൻസിൽ വന്ന ഒരു വലിയ ഹൈയിലാണ് നമ്മൾ ആ ഒരു ഇത് എടുത്തത്. അതേപോലെ തന്നെ കുറച്ച് നേരത്തെ ഞാൻ ഷോർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പിൽ മെസ്സേജും ഇട്ടിരുന്നു. അതിന് പല റീസൺസ് നമ്മൾ ഇന്നലെ പഠിച്ച പോലെ ഓരോ പ്രൊഫൈൽസിൻ്റെ ഷേപ്പുകളും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ആ ഷേപ്പും എല്ലാ കാര്യങ്ങളും ഇതായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ന്യൂട്രൽ റേഞ്ച് വന്നപ്പോഴാണ് സെല്ലെടുത്തത്. നമുക്ക് 43 നമ്മൾ സെല്ലിങ് എടുത്തേക്കുന്നത്. 47 നമുക്ക് 70 നമുക്ക് SL ആയിട്ട് കീപ്പ് ചെയ്യണം. ഇപ്പോൾ പറയുന്നത് ഫ്യൂച്ചറിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ചാർട്ടും കാര്യങ്ങളും നോക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതേപോലെ നമുക്ക് ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു സപ്പോർട്ടിൽ വന്ന് നിൽക്കുന്ന പോലെയാണ്. എന്തായാലും ഈ ഒരു സപ്പോർട്ടൊക്കെ വന്ന് ടേക്കൻ ചെയ്യാനുള്ള സാധ്യത മാർക്കറ്റിനുണ്ട്. അപ്പോൾ അതുപോലെ മറ്റൊരു കാര്യം, നമുക്ക് റീസൺ ഓർഡർ ഫ്ലോ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡർ ഫ്ലോയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഓർഡറുകളും കാര്യങ്ങളും പഞ്ചിങ്, മോർണിംഗ് സെഷനിലുള്ള ഓർഡറും പഞ്ചിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു SL നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഏതൊക്കെ ഏരിയ നമുക്ക് ഇന്ന് ആക്റ്റീവ് ആവും, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മൾ SL എടുക്കുമോ, ഈ ഒരു 2750 ഉണ്ട് ആ ഒരു പ്രൈസ് റേഞ്ച് എടുക്കുമോ, അതോ 2735 നമുക്ക് വേണമെങ്കിൽ ഒരു ടാർജറ്റായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. 37 ഞാനിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നത്. 35 അവിടെ ലിക്വിഡിറ്റി ഉള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയ കുറച്ച് നേരത്തെ വന്നൊരു ബൈയിങ് റേഞ്ച് വന്നൊരു ഏരിയയാണ്. എന്തായാലും ഈ ഒരു ഏരിയ ജസ്റ്റ് ഒരു
അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്.